ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നസ്ലിന്റെ ഏറ്റവും പുതിയ സിനിമയായ അയ്യാം കാതലൻ എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് ഈ സിനിമയിലെ നായകനായ വിഷ്ണു ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ടാണ്. വിഷ്ണു പഠിച്ചത് എത്തിക്കൽ ഹാക്കിംഗ് ആണ്. എങ്കിലും ഇതുവരെയും അവന്റെ സപ്ലി എഴുതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു, വിഷ്ണുവിന് ഇവിടെ നിന്നും എങ്ങനെയാണ് കോൾ വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. സാധാരണ ഇത്രയും സപ്ലി ഉള്ളവരെ ഞങ്ങൾ വിളിക്കാറില്ല എന്ന് പറഞ്ഞു. അതിന് വിഷ്ണു, ഇല്ല സാർ, എനിക്ക് ഇവിടെ നിന്നും മെയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. അതിനവർ, അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നും വന്ന ഒരു തെറ്റ് തന്നെയാണ്, അതിനാലാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തതും. എന്തായാലും നിങ്ങളുടെ CV ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഏതെങ്കിലും ഒരു പോസ്റ്റിംഗ് ഫ്രീ ആയാൽ ഞങ്ങൾ വിളിക്കാമെന്നും പറഞ്ഞ് വിഷ്ണുവിനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ വിഷ്ണു അവിടെ നിന്നും പുറത്തേക്ക് വരുമ്പോൾ വിഷ്ണുവിന്റെ കൂട്ടുകാരനായ ജസ്വിൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നിട്ട്, നിന്നോടാ ഫാത്തിമയുടെ ഇൻസ്റ്റ ഒന്ന് ഹാക്ക് ചെയ്ത് തരാമോ എന്നും ചോദിച്ച് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായടാ എന്ന് ചോദിക്കുന്നു. അതിന് വിഷ്ണു, എടാ അതൊന്നും നടപടിയാകില്ല, ഈ ഇൻസ്റ്റയൊക്കെ ഹൈലി സെക്യൂരിറ്റി ഉള്ളതാണ് എന്ന് പറയുന്നു. അതിന് ജസ്വിൻ, എടാ അതിനെനിക്ക് അവളുടെ അക്കൗണ്ട് പൂട്ടിക്കാനൊന്നുമല്ല, അവൾ എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം, അതൊന്ന് തീർക്കാനാണ് എന്ന് പറയുന്നു. അതിന് വിഷ്ണു, ശരി എങ്കിൽ നമുക്ക് വേറെ ഒന്ന് ചെയ്തു നോക്കാം, അതായത് അവൾക്കൊരു ഫേക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം, അവൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അവളുടെ അക്കൗണ്ട് ചിലപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു. അത് കേട്ട് ജസ്വിൻ, അത് മതി, നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം എന്ന് പറയുന്നു. അതിന് വിഷ്ണു, ഒരു മിനിറ്റ്, ശില്പ ഇവിടെയുണ്ട്, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറയുന്നു. ശില്പ ആരാണെന്നല്ലേ? അതായത് ഒരു വേലയും കൂലിയും ഇല്ലാത്ത, ഒന്നിന് 9 സപ്ലിയുമുള്ള നമ്മുടെ വിഷ്ണുവിന്റെ ഗേൾഫ്രണ്ട് ആണ് ഈ ശില്പ. ഈ ശില്പയാണ് ഈ സിനിമയിലെ നായികയും. അങ്ങനെ വിഷ്ണു ശില്പയുടെ അടുത്തെത്തി. എന്നിട്ട് ഈ ഇന്റർവ്യൂവും പൊട്ടി, ഇനി അടുത്തതിന് നോക്കാം എന്ന് പറയുന്നു. അതിന് ശില്പ, ഇനി അതിന് ഏത് ഇന്റർവ്യൂ ആണുള്ളത് വിഷ്ണു? ഏറ്റവും വലിയ മണ്ടന്മാർ വരെ പാസ് ആകുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഇത്, ഇതിലും കിട്ടിയില്ല എങ്കിൽ ഇനി ആര് നിന്നെ വിളിക്കും എന്ന് ചോദിക്കുന്നു. അത് കേട്ട് വിഷ്ണുവിന് സങ്കടമായെങ്കിലും വിഷ്ണു ചോദിച്ചു, അത് പോട്ടെ, നിനക്കെവിടെയാണ് കിട്ടിയത്? അതിന് ശില്പ, ഇല്ല, ഞാൻ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തില്ല, എന്റെ അച്ഛൻ എന്നോട് അച്ഛന്റെ ഫിനാൻസ് കമ്പനിയിലെ IT ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് ജോലി ചെയ്തോളാൻ പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ വിഷ്ണുവിനെല്ലാം സമാധാനമായി. അങ്ങനെ വിഷ്ണു കൂട്ടുകാരൻ ജസ്വിനും കൂടി വിഷ്ണുവിന്റെ വീട്ടിലെത്തി. വിഷ്ണുവിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയത്തിയും ആണുള്ളത്. വിഷ്ണു ആണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അവന്റെ വീട്ടിലുള്ളത് ഏറ്റവും പഴയ മോഡൽ ഒരു കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടർ പഴയതാണെങ്കിലും അവൻ യൂസ് ചെയ്യുന്ന വൈഫൈ അടുത്ത വീട്ടിലെയാണ്. അങ്ങനെ വിഷ്ണു ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കൂട്ടുകാരൻ ജസ്വിന് കൊടുക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റർ ഉണ്ടാക്കി ആ ലിങ്ക് ആഡ് ചെയ്ത് നിനക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള ഫാത്തിമയ്ക്ക് അയച്ചു കൊടുക്കാൻ പറയുന്നു. അങ്ങനെ ജസ്വിൻ, വമ്പൻ സെയിൽ, നിങ്ങൾക്കുള്ള കൂപ്പൺ കോഡിന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്ന് ഒരു പോസ്റ്റ് ഉണ്ടാക്കി ആ ലിങ്കും ആഡ് ചെയ്ത് ഫാത്തിമയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ തന്നെ അതിനുള്ള റിപ്ലൈയും കിട്ടി. എന്താണെന്നായിരിക്കും? മോനെ ജസ്വിനെ, വമ്പിച്ച സെയിൽ ആണല്ലോടാ, അത്രയ്ക്ക് ഓഫർ ആണെങ്കിൽ നീ നിന്റെ അമ്മയ്ക്ക് കൂടി അയച്ചു കൊടുക്കടാ. പണ്ടാരം മുഴുവനും കേൾക്കാനും സമ്മതിച്ചില്ല. അതിനു മുമ്പ് ആ ദ്രോഹി ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ സീൻ കട്ടായി. അടുത്ത സീനിൽ ശില്പയുടെ അച്ഛൻ ചാക്കോ പെരിയാറിന്റെ ഗോൾഡ് ഫിനാൻസ് കമ്പനി കാണിക്കുന്നു. അവിടെ ശില്പ IT ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി ജോലിക്ക് കയറുന്ന ദിവസമായിരുന്നെന്ന്. അങ്ങനെ ശില്പയുടെ അച്ഛൻ അവിടെയുള്ള എല്ലാവരെയും ശില്പയ്ക്ക് പരിചയപ്പെടുത്തുന്നു. ഇത് പ്രവീൺ കുമാർ, നമ്മുടെ IT കൺസൾട്ടന്റ് ആണ്. ഇത് ജിൽസ്, നമ്മുടെ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ജിൽസ് ആണ്. പിന്നെ ഇത് മാത്യു തോമസ്, ഇവരാണ് ഇവിടുത്തെ ഫിനാൻസ് മാനേജർ. നമ്മുടെ ഫിനാൻസ് മാനേജർ മാത്യുവിന്റെ ശില്പയോടുള്ള ആ നോട്ടം അത്ര നല്ലതായിരുന്നില്ല. നമ്മുടെ വിഷ്ണുവിന് ജസ്വിനെ കൂടാതെ 2 കൂട്ടുകാരൻ ചേട്ടന്മാർ കൂടിയുണ്ട്. ഒരാൾ ഉദയൻ, ഓട്ടോ ഡ്രൈവർ ആണ്. അടുത്തത് അനീഷ്. അനീഷ് ചേട്ടന് ഒരു ചെറിയ കമ്പ്യൂട്ടർ ഷോപ്പ് ഉണ്ട്. പോരാത്തതിന് ഓരോരോ ഓഫീസുകളിൽ പോയി കമ്പ്യൂട്ടറും പ്രിന്ററും എല്ലാം ശരിയാക്കി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അന്ന് വൈകിട്ട് വിഷ്ണു ശോകമടിച്ചിരിക്കുന്നത് കണ്ട അനീഷേട്ടൻ വിഷ്ണുവിനോട്, എന്താടാ, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അതിന് വിഷ്ണു, ശില്പ ഇപ്പോൾ പഴയതുപോലെയല്ല, അവൾ ഒത്തിരി മാറി, ഒന്ന് നേരെ ചൊവ്വേ സംസാരിക്കുന്ന പോലുമില്ല എന്ന് പറയുന്നു. അതിന് അനീഷേട്ടൻ, എടാ ഈ ഫോൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്, അതിനാൽ നീ അവളെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കും, അപ്പോൾ എല്ലാം ശരിയാകും എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ശില്പ ഓഫീസിൽ അച്ഛന്റെ അടുത്ത്, അച്ഛ ഞാൻ ഇന്ന് കുറച്ചു നേരത്തെ ഇറങ്ങുവാണ്, എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവനെ ഒന്ന് കാണണം എന്ന് പറയുന്നു. അതിനച്ഛൻ, നീ അക്കൗണ്ട് മാനേജർ മാത്യു തോമസിന്റെ കൂടെ പോയിക്കോളൂ, ഞാനൊന്ന് പുറത്തു പോകും, വണ്ടി എനിക്ക് വേണം എന്ന് പറയുന്നു. അങ്ങനെ ശില്പ മാത്യുവിന്റെ കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്യു ശില്പയോട്, ശില്പ എന്തിനാണ് ഇവിടെ തന്നെ ജോയിൻ ചെയ്തത്, വേറെ ഏതെങ്കിലും നല്ല കമ്പനിയിൽ നോക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം ശില്പയുടെ നോട്ടത്തിലുണ്ടായിരുന്നു. എന്തെന്നാൽ ഇത് ശില്പയുടെ അച്ഛന്റെ കമ്പനിയാണല്ലോ. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ മാത്യു, അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് ITക്ക് സ്കോപ്പുള്ള ഏതെങ്കിലും കമ്പനിയിൽ നോക്കാമായിരുന്നില്ലേ എന്നാണ് എന്ന് പറയുന്നു. അതിന് ശില്പ, എന്നെ 1-2 കമ്പനിയിൽ നിന്നും വിളിച്ചതാണ്, പക്ഷേ അച്ഛനാണ് ഇവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞത്, മാത്രമല്ല എനിക്കും ഇത് കംഫർട്ട് ആയിട്ടാണ് തോന്നുന്നത് എന്ന് പറയുന്നു. അങ്ങനെ അവർ വിഷ്ണുവിന്റെ അടുത്തെത്തി. മാത്യു, ശരി ശില്പ, നമുക്ക് നാളെ ഓഫീസിൽ വെച്ച് കാണാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ശില്പയും വിഷ്ണുവും ഒരു ബേക്കറിയിൽ വന്നു. വിഷ്ണു പറഞ്ഞു, ഞാനൊരു ചെറിയ ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു, അതായത് അനീഷേട്ടന്റെ കൂടെ ചേർന്ന് അനീഷേട്ടന്റെ കമ്പ്യൂട്ടർ കടയൊന്ന് എക്സ്പാൻഡ് ചെയ്താലോ എന്നൊരാലോചന. അതിന് ശില്പ, എന്റെ പൊന്നു വിഷ്ണു, ആദ്യം നീ ആ സപ്ലി എല്ലാം ഒന്ന് എഴുതിയെടുക്കാൻ നോക്ക്. അതിന് വിഷ്ണു, എടി നിന്റെ അപ്പന്റെ അടുത്ത് നമ്മുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ പറയാൻ എന്ന് ചോദിക്കുന്നു.
ചോദിക്കുന്നു. അതിന് ശില്പ ബെസ്റ്റ് കമ്പ്യൂട്ടർ ഷോപ്പ് ആണെന്നും പറഞ്ഞ് വന്നാൽ മതി, അപ്പൻ ഇപ്പോൾ തന്നെ സമ്മതിക്കും. അതിന് വിഷ്ണു കമ്പ്യൂട്ടർ ഷോപ്പിന് എന്താ കുഴപ്പം, നിന്റെ അപ്പന് കുറി കമ്പനി, എനിക്ക് കമ്പ്യൂട്ടർ ഷോപ്പ്, അത് പോട്ടെ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ അപ്പൻ സമ്മതിച്ചില്ല എങ്കിൽ നീ എന്റെ ഒപ്പം ഇറങ്ങി വരുമോ? അതിന് ശില്പ എങ്ങോട്ടേക്ക് വിഷ്ണു, അതൊന്നും നടക്കില്ല, അതും പോരാഞ്ഞ് പറയാൻ പോലും പേരിനൊരു ജോലിയില്ലാത്ത നിന്റെ കൂടെ ഞാൻ എങ്ങനെ വരാനാണ്, എല്ലാം പോട്ടെ, നീ ഇപ്പോൾ കഴിക്കുന്ന ഈ കട്ട്ലറ്റിന്റെയും ജ്യൂസിന്റെയും പൈസ ഞാൻ കൊടുക്കും എന്ന് കരുതിയല്ലേ നീ ഓർഡർ ചെയ്തത് എന്ന് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ നമ്മുടെ പാവം വിഷ്ണുവിന് അവൻ കഴിച്ചുകൊണ്ടിരുന്ന കട്ട്ലറ്റ് തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അതിനാൽ വിഷ്ണു ഒന്നും മിണ്ടാതെ അവന്റെ കട്ട്ലറ്റിന്റെ പൈസ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്നും നേരെ കൂട്ടുകാരൻ ജസ്വിന്റെ വീട്ടിലേക്ക് പോയി. വിഷ്ണു ജസ്വിന്റെ അടുത്തേക്ക് പോയത് ജസ്വിൻ തന്നെ സമാധാനിപ്പിക്കും എന്നോർത്തിട്ടാണ്. എന്നാൽ ജസ്വിൻ ആണെങ്കിൽ അവൾക്ക് വേറെ ലൈൻ സെറ്റായി കാണും, അല്ലെങ്കിലും ഈ ലോങ് ഡിസ്റ്റൻസ് ലവ് ഒന്നും നമ്മൾ 2K കിഡ്സിന് താങ്ങാൻ കഴിയില്ലടാ എന്ന് പറയുന്നു. അതിന് വിഷ്ണു കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുടയാണോടാ ലോങ് ഡിസ്റ്റൻസ് എന്ന് ചോദിക്കുന്നു. അതിന് ജസ്വിൻ അവൾക്ക് എന്തായാലും വേറെ ലൈൻ ഉണ്ട്, ഇതേ സംശയം എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആ ഫാത്തിമയുടെ ഇൻസ്റ്റ ഒന്ന് ഹാക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചത്. അത് കേട്ട് നമ്മുടെ വിഷ്ണുവിന്റെ ഉള്ളിൽ ലഡു പൊട്ടി. അങ്ങനെ വിഷ്ണു നേരെ വീട്ടിൽ പോയി ശില്പയുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. വിഷ്ണുവിന് ശില്പയുടെ ഇൻസ്റ്റ അക്കൗണ്ടിന്റെ പാസ്വേഡ് ഒക്കെ അറിയാമായിരുന്നു, അത് ശില്പ തന്നെയാണ് വിഷ്ണുവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വിഷ്ണു ശില്പയുടെ അക്കൗണ്ടിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാത്രി 1:30 ഹായ് ഉറങ്ങിയില്ലേ എന്നും ചോദിച്ച് ഒരു മെസ്സേജ് വരുന്നത്. അത് വേറെ ആരുമായിരുന്നില്ല, ശില്പയുടെ ഓഫീസിലെ അക്കൗണ്ട് മാനേജർ മാത്യു തോമസ് ആയിരുന്നു അത്. ആ മെസ്സേജ് കണ്ട വിഷ്ണു തിരിച്ചു മാത്യുവിനും ഒരു മെസ്സേജ് അയച്ചു, നിന്റെ തന്തയോട് പോയി ചോദിക്കട ഡാഷ് മോനെ എന്ന്. അങ്ങനെ സീൻ കട്ടായി അടുത്ത ദിവസം മാത്യു ഓഫീസിലേക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ് വന്നത്. അതായത് ശില്പയാണ് ആ മെസ്സേജ് അയച്ചത് എന്നും വിചാരിച്ച് മാത്യു ഓഫീസിൽ വന്നു പെട്ടത് ഓഫീസിലെ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ജിൽസിന്റെ മുൻപിലും. ജിൽസ് മാത്യുവിനോട് എന്താ മാത്യു സാർ പതിവില്ലാതെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എന്തോ നാണക്കേട് മറക്കാനുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അതിന് മാത്യു ജിൽസിനെ ഒരു നോട്ടം നോക്കിയതേ ഉള്ളൂ. മാത്യു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ജിൽസിന് നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായി. അതിനാൽ വേറെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ ജിൽസ് അവിടെ നിന്നും പോയി. അങ്ങനെ ഓഫീസിലെ ശില്പയുടെ പെരുമാറ്റത്തിൽ നിന്നും ആ മെസ്സേജ് അയച്ചത് ശില്പയല്ല എന്ന് മാത്യുവിന് മനസ്സിലായി. അതിനാൽ തന്നെ മാത്യു ആ മെസ്സേജ് ശില്പയെ കാണിക്കുന്നു. ആ മെസ്സേജ് കണ്ട് ശില്പ വിഷ്ണുവിനെ ഫോൺ ചെയ്തു. എന്നിട്ട് നീ എന്തിനാണ് എന്റെ ഇൻസ്റ്റയിൽ കയറിയത് എന്ന് ചോദിക്കുന്നു. അതിന് വിഷ്ണു സോറി ശില്പ, ഞാൻ ഇന്നലെ അറിയാതെ ആ ഫ്രസ്ട്രേഷനിൽ ചെയ്തു പോയതാണ് എന്ന് പറയുന്നു. അതിന് ശില്പ എന്തായാലും സന്തോഷമായി, ഇനി എന്നെ ഒരിക്കലും വിളിക്കരുത് വിഷ്ണു എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ സീൻ കട്ടായി നമ്മുടെ മാത്യുവിനെ കാണിക്കുന്നു. മാത്യു ഈ കാര്യങ്ങളെല്ലാം തങ്ങളുടെ ഓഫീസിലെ IT കൺസൾട്ടന്റ് ആയ പ്രവീൺ കുമാറിനോട് പറയുന്നു. എന്നിട്ട് എനിക്ക് ശില്പയെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. അത് കേട്ട പ്രവീൺ കുമാർ അതിനവളുടെ തന്തപ്പടി കല്യാണത്തിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നു. അതിന് മാത്യു അയാൾക്ക് എന്താ സമ്മതിച്ചാൽ, അയാൾ പെട്ടിക്കടയുടെ മുതലാളിയാണെങ്കിൽ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അതുമല്ലാതെ പറവൂരിലുള്ള നല്ല അന്തസ്സുള്ള തറവാട്ടിലേക്ക് മകളെ കെട്ടിച്ചു കൊടുത്താൽ എന്താണ് കുഴപ്പം? അത് കേട്ട് പ്രവീൺ കുമാർ അതൊക്കെ ഇനി അവളുടെ മനസ്സിലെങ്ങാനും ആരെങ്കിലും ഉണ്ടോ? അത് കേട്ട് മാത്യു പേടിപ്പിക്കല്ലേ, ഓരോ ദിവസവും നല്ലത് മാത്രം നടക്കണേ എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഫിനാൻസുകാർ ജീവിച്ചു പോകുന്നത് എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായും അടുത്ത സീനിൽ വിഷ്ണു ശില്പയുടെ ഓഫീസിലേക്ക് വരുന്നതായി കാണിക്കുന്നു. വിഷ്ണുവിനെ കണ്ട ശില്പ നീ എന്തിനാ വിഷ്ണു ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. അതിന് വിഷ്ണു പിന്നെ നീയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് വേറെ എന്ത് മാർഗമാണുള്ളത്, നീ എന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, അതിനൊരു സോറി പറയാൻ വന്നതാണ് എന്ന് പറയുന്നു. അതിന് ശില്പ ഇത് സോറി പറഞ്ഞാലൊന്നും തീരില്ല വിഷ്ണു, എന്നെ വിശ്വസിക്കാത്ത എന്റെ പ്രൈവസിയെ മാനിക്കാത്ത ഒരാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നു. ആ സമയം ശില്പയുടെ അച്ഛൻ ചാക്കോ എന്താടി എന്താണ് പ്രശ്നം എന്നും ചോദിച്ച് അകത്തേക്ക് വരുന്നു. അതിന് ശില്പ ഒന്നുമില്ലച്ച, ഇതെന്റെ ക്ലാസ്മേറ്റ് വിഷ്ണു ആണ് എന്ന് പറയുന്നു. അതിന് അച്ഛൻ അതെല്ലാം ഞാൻ പുറത്തു നിന്ന് കേട്ടു, എനിക്ക് കഴിഞ്ഞതൊന്നും അറിയണ്ട, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ശില്പയോട് ചോദിക്കുന്നു. അതിന് ശില്പ ഇല്ലച്ച എന്ന് പറയുന്നു. അത് കേട്ട് അച്ഛൻ ശില്പയോട് എങ്കിൽ മോള് വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ശില്പയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. എന്നിട്ട് അച്ഛൻ വിഷ്ണുവിനോട് എങ്കിൽ ഇനി മോൻ പറ എന്താ മോന്റെ പ്രശ്നം? അതിന് വിഷ്ണു എനിക്ക് ശില്പയെ ഇഷ്ടമാണ്, അവളിപ്പോൾ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ്, അവൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണ്, ഇനിയിപ്പോൾ സാറിന്റെ സമ്മതമൊന്നും ഇല്ലെങ്കിലും ഞാൻ അവളെ എന്ന് പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപ് വിഷ്ണുവിന്റെ ചെകിള പറയുന്ന രീതിയിൽ ചെകിട്ടത്ത് തന്നെ ഒരടി വന്നു വീഴുന്നു. ആ അടി കിട്ടിയത് നമുക്കാണെന്ന് തോന്നിപ്പോകും, അത്രയ്ക്ക് പവറായിരുന്നു ആ അടിക്ക്. അവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വിഷ്ണുവിന് മനസ്സിലായില്ല, എന്തെന്നാൽ അവൻ ആ അടിയുടെ ലഹരിയിലായിരുന്നു. അപ്പോൾ അച്ഛൻ ചാക്കോ പറഞ്ഞു ഇപ്പോൾ നിനക്ക് കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ, ഇനി ഈ കമ്പനിയുടെ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത്, ഇറങ്ങിപ്പോടാം എന്ന് പറയുന്നു. ആ പറഞ്ഞതെല്ലാം വിഷ്ണുവിന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വിഷ്ണു അവിടെ നിന്നും നേരെ പോയത് നമ്മുടെ അനീഷേട്ടന്റെ കമ്പ്യൂട്ടർ കടയിലേക്കാണ്. അവിടെ ഓട്ടോ ചേട്ടൻ ഉദയനും ഉണ്ടായിരുന്നു. വിഷ്ണു പറഞ്ഞു അനീഷേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ, എനിക്ക് ശില്പയുടെ അപ്പനെ തല്ലണം എന്ന് പറയുന്നു. അതിന് അനീഷേട്ടൻ എന്തിനാടാ എന്ന് ചോദിക്കുന്നു. അതിന് വിഷ്ണു ഞാൻ ആ ശില്പയോട് ഒന്ന് സോറി പറയാൻ അവളുടെ ഓഫീസിൽ പോയതാ, പക്ഷേ അയാൾ എന്നെ പിടിച്ചു തല്ലി, അതിനാൽ എനിക്ക് അയാളെ തിരിച്ചു തല്ലണം എന്ന് പറയുന്നു. അത് കേട്ട് ഉദയേട്ടൻ നീ ഒന്നും മിണ്ടാതിരുന്നേ, അവരൊക്കെ വലിയ ആൾക്കാരാണ്, നീ
നീ അവളെ മറക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. അതിന് വിഷ്ണു ഞാൻ അവളെ മറക്കാം, പക്ഷേ ഇത് ഞാൻ മറക്കില്ല എന്ന് പറയുന്നു. ആ സമയം ദൈവദൂതനെ പോലെ ഒരു ഫോൺ കോൾ അനീഷേട്ടന് വരുന്നു. അതായത് ശില്പയുടെ അച്ഛന്റെ ഗോൾഡ് ഫിനാൻസ് കമ്പനിയിലെ ഒരു ബ്രാഞ്ചിലെ പ്രിന്റർ കേടാണ്, അതൊന്ന് നോക്കാൻ വരാമോ എന്നും ചോദിച്ചായിരുന്നു കോൾ. അങ്ങനെ അനീഷേട്ടൻ എടാ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവും ഞാനും വരുന്നുണ്ട് എന്നും പറഞ്ഞ് അനീഷേട്ടന്റെ കൂടെ പോകുന്നു. അങ്ങനെ അവിടെ എത്തിയ അനീഷേട്ടൻ പ്രിന്റർ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു അനീഷേട്ടനോട് എനിക്ക് ഇവിടുത്തെ കമ്പ്യൂട്ടർ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നു. അതിന് അനീഷേട്ടൻ അതെന്തിനാണെന്ന് ചോദിക്കുന്നു. അതിന് വിഷ്ണു എനിക്കൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്നു. അങ്ങനെ അനീഷേട്ടൻ പറഞ്ഞതനുസരിച്ച് വിഷ്ണു അവിടുത്തെ സിസ്റ്റത്തിൽ കയറി അവരുടെ സെർവറിന്റെ പബ്ലിക് IP എടുക്കുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് അവർ അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അനീഷേട്ടൻ ചോദിച്ചു നീ എന്താടാ ആ സിസ്റ്റത്തിൽ ചെയ്തത്? അതിന് വിഷ്ണു ഇതുവരെ ഒന്നും ചെയ്തില്ല, പക്ഷേ അവരുടെ സെർവറിന്റെ പബ്ലിക് IP നോട്ട് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ ചെന്നിട്ട് അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. അതിന് അനീഷേട്ടൻ അതെ അവർക്ക് എന്തെങ്കിലും ഒരു നൈസ് പണി കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ അനീഷേട്ടനും വിഷ്ണുവും കൂടി വിഷ്ണുവിന്റെ വീട്ടിലെത്തി. എന്നിട്ട് വിഷ്ണു ശില്പയുടെ അച്ഛനിട്ടുള്ള പണി തുടങ്ങി. അതായത് വിഷ്ണു ഉദയൻ ചേട്ടന്റെ ഓട്ടോയുടെ പേരായ കാതലൻ എന്ന പേരിൽ ഒരു VPN പ്രൊഫൈൽ തന്റെ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ശില്പയുടെ അച്ഛന്റെ കമ്പനിയായ റോയൽ പെരിയാരൻ ഫിനാൻസ് എന്ന കമ്പനിയുടെ സെർവർ ഹാക്ക് ചെയ്ത് അവരുടെ എല്ലാ ബ്രാഞ്ചിലെയും സിസ്റ്റത്തിലുണ്ടായിരുന്ന എല്ലാ ഡാറ്റയും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അടുത്ത ദിവസം രാവിലെ കമ്പനി തുറക്കുമ്പോഴാണ് സ്റ്റാഫ് എല്ലാം സംഭവം അറിയുന്നത്. അങ്ങനെ ശില്പയുടെ അച്ഛൻ ചാക്കോയും അവിടെ എത്തി. ഒപ്പം അവരുടെ IT കൺസൾട്ടന്റ് പ്രവീൺ കുമാറും കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ജിൽസും അങ്ങനെ എല്ലാവരും. പ്രവീൺ കുമാർ ചാക്കോയോട് സാർ ഇതിന് സോഫ്റ്റ്വെയറുകാരെ തെറി വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇത് അവരുടെ കുഴപ്പമല്ല, ഹാക്കിംഗ് ആണ് എന്ന് പറയുന്നു. അതിന് ചാക്കോ ഹാക്കിങ്ങോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പ്രവീൺ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ സിസ്റ്റത്തിൽ കയറി വിവരങ്ങളെല്ലാം മോഷ്ടിക്കുന്ന പരിപാടിയാണ് ഹാക്കിംഗ്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ IT സെക്യൂരിറ്റി ആണ്. അതായത് നമ്മുടെ എല്ലാ ബ്രാഞ്ചിലെയും കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് വഴി ഒരു സെർവറുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ഈ സെർവറിൽ ആരോ നമ്മുടെ സെക്യൂരിറ്റി എല്ലാം മറികടന്ന് കയറി. എന്നിട്ട് നമ്മൾ സെർവറിൽ സ്റ്റോർ ചെയ്തു വെച്ചിരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും കണക്കുകളും എല്ലാം ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. അതെല്ലാം കേട്ടിട്ട് ചാക്കോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അതിനാൽ ചാക്കോ മകൾ ശില്പയോട് നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അതിന് ശില്പ ആ മനസ്സിലായി അച്ഛ എന്ന് പറഞ്ഞു. അത് കേട്ട് ചാക്കോ ഓ ഭാഗ്യം, കോളേജിൽ വിട്ട കാശ് പോയില്ല എന്ന് പറഞ്ഞിട്ട് പ്രവീണിനോട് ഇത് ആരാണെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അതിന് പ്രവീൺ അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല സാർ, അതിനാലാണ് അവരെ ഹാക്കേഴ്സ് എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നു. അത് കേട്ട് ചാക്കോ ശരി അത് പോട്ടെ, ഇപ്പോൾ ഈ പ്രശ്നത്തിന് എന്താണ് ഒരു വഴി എന്ന് ചോദിക്കുന്നു. അതിന് പ്രവീൺ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ജിൽസിനോട് നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ഇല്ലേ എന്ന് ചോദിക്കുന്നു. അതിന് ജിൽസ് നമ്മുടെ ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, അതിനാൽ കഴിഞ്ഞ മാസം വരെയുള്ള ബാക്കപ്പേ നമ്മുടെ കയ്യിലുള്ളൂ, ഈ മാസത്തെ ഇല്ല എന്ന് പറയുന്നു. അതിന് ചാക്കോ ഇനി എന്താ പുതിയ പ്രശ്നം, എത്രയും പെട്ടെന്ന് എല്ലാ ബ്രാഞ്ചും ഓപ്പൺ ചെയ്യണം, അതിനെന്താണ് വഴി എന്ന് ചോദിച്ചു. അത്രയും നേരം ഒന്നും മിണ്ടാതിരുന്ന ഫിനാൻസ് മാനേജർ മാത്യു ഇതിനി ഒരു വഴിയേ ഉള്ളൂ, കഴിഞ്ഞ മാസം വരെയുള്ള ബാക്കപ്പ് അപ്ലോഡ് ചെയ്ത് ബ്രാഞ്ച് എല്ലാം ഓപ്പൺ ചെയ്യാം, ഈ മാസത്തെ ഡാറ്റ മാനുവലായി ഹാർഡ് കോപ്പിയിൽ നിന്നും എടുക്കാം, അതിലും ഇല്ലാത്ത ഡാറ്റയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കസ്റ്റമേഴ്സ് ആരെങ്കിലും ചോദിച്ചു വന്നാൽ കൊടുക്കേണ്ടി വരും, പിന്നെ ഇങ്ങോട്ട് കിട്ടാനുള്ളത് തന്നില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് പോയെന്ന് കൂട്ടിയാൽ മതി എന്ന് പറയുന്നു. അതെല്ലാം കേട്ട് ചാക്കോയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യൂ, ഇനി ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് ചാക്കോ പറഞ്ഞു. അതിന് പ്രവീൺ സാർ ഇനി ഇവിടെ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ IT സെക്യൂരിറ്റി സ്ട്രോങ് ആക്കണം, അതിന് കുറച്ച് പൈസ ചെലവ് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ അനീഷേട്ടൻ വിഷ്ണുവിന്റെ അടുത്ത് വന്ന് എടാ നീ ആ കമ്പനി പൂട്ടിച്ചോ എന്ന് ചോദിക്കുന്നു. അതിന് വിഷ്ണു അങ്ങനെ കമ്പനി പൂട്ടത്തൊന്നുമില്ല, അവരുടെ കയ്യിൽ ബാക്കപ്പ് ഉണ്ടാകും, അത് വെച്ച് അവർ വീണ്ടും ഓപ്പൺ ചെയ്യും, അവരൊന്ന് സെറ്റായി വരട്ടെ എന്നിട്ട് അടുത്ത പണി കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സീനിൽ ചാക്കോയുടെ കമ്പനിയിൽ പുതിയ സെർവർ എല്ലാം സെറ്റ് ചെയ്ത് സെക്യൂരിറ്റി എല്ലാം ഹൈ ലെവലാക്കുന്നു. എന്നിട്ട് IT കൺസൾട്ടന്റ് പ്രവീൺ കുമാർ എല്ലാ ബ്രാഞ്ചിലെയും ആൾക്കാരെ വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തുന്നു. അതായത് ഇനി മുതൽ ഏതെങ്കിലും ബ്രാഞ്ചിലെ സിസ്റ്റമോ പ്രിന്ററോ കേടായാൽ ലോക്കൽ ആൾക്കാരെ വിളിച്ച് ശരിയാക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ നേരെ ഹെഡ് ഓഫീസിൽ വിളിച്ച് അറിയിച്ചാൽ മതി, അവർ ഹെഡ് ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് ആളെ വിട്ടുതരും എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ അനീഷേട്ടന്റെ കടയിലേക്ക് വിഷ്ണു വന്നിട്ട് അനീഷേട്ടനോട് റോയൽ പെരിയാരൻ ഫിനാൻസ് വീണ്ടും തുറന്നല്ലോ എന്ന് പറയുന്നു. അതിന് അനീഷേട്ടൻ തുറന്നെന്ന് മാത്രമല്ല അവിടുത്തെ എന്റെ വർക്കും പോയി, അതായത് ഇനി മുതൽ ലോക്കൽ ആൾക്കാരെ വിളിച്ച് ഒന്നും റിപ്പയർ ചെയ്യേണ്ട എന്നാണ് അവരുടെ ഹെഡ് ഓഫീസിൽ നിന്നുള്ള തീരുമാനം, അല്ലെങ്കിലും അവിടുത്തെ വർക്ക് അത്ര നല്ലതൊന്നുമല്ല, 10 രൂപ കൂട്ടി ചോദിച്ചാൽ അവർ വർക്ക് വേറെ ആൾക്ക് കൊടുക്കും, അത് പോയത് നന്നായി എന്ന് പറയുന്നു. അതിന് വിഷ്ണു അനീഷേട്ടാം അവർ സെക്യൂരിറ്റി ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കിപ്പോൾ അതിൽ ആക്സസ് കിട്ടുന്നില്ല, അതിനാൽ ഒന്നുകൂടി നമുക്ക് ആ ബ്രാഞ്ചിൽ ഒന്ന് കയറാൻ സാധിച്ചാൽ എന്തൊക്കെ സെക്യൂരിറ്റി മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും, നമുക്കൊന്ന് ആ ബ്രാഞ്ച് വരെ പോയാലോ എന്ന് ചോദിക്കുന്നു. അതിന് അനീഷേട്ടൻ ഇത് വലിയ പുലിവാലായല്ലോ, അവസാനം ഞാൻ പെടുമോ, മാത്രമല്ല ഇനി അവിടെ പഴയതുപോലെ കയറാനൊന്നും പറ്റില്ല, അഥവാ അവിടെ കയറിയാൽ തന്നെ സിസ്റ്റം ഒന്നും അവർ തൊടിയിക്കില്ല എന്ന് പറയുന്നു. അതിന് വിഷ്ണു അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ വൈഫൈ ഹാക്ക് ചെയ്താലോ എന്ന് ചോദിക്കുന്നു. അതിന് അനീഷേട്ടൻ അവിടുത്തെ വൈഫൈ
വൈഫൈ സ്റ്റാഫ് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നു. അതിന് വിഷ്ണു, നമ്മൾ അന്ന് അവിടെ പ്രിന്റർ ശരിയാക്കാൻ പോയപ്പോൾ കമ്പ്യൂട്ടർ ഒന്നുമില്ലാത്ത ഒരു ടേബിളിന്റെ അടിയിൽ ഒരു നെറ്റ്വർക്ക് കേബിൾ വലിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ആ വയർ ഒരു മോഡത്തിൽ കണക്ട് ചെയ്താൽ അവിടുത്തെ വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ചോദിക്കുന്നു. അതിന് അനീഷേട്ടൻ, എടാ അവിടെ ആര് പോയി മോഡം കണക്ട് ചെയ്യും എന്ന് ചോദിക്കുന്നു. അത് കേട്ട് വിഷ്ണു, ഞാനൊന്ന് ട്രൈ ചെയ്താലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അനീഷേട്ടനും വിഷ്ണുവും കൂടി ഉദയേട്ടന്റെ ഓട്ടോയിൽ ആ ബ്രാഞ്ചിനടുത്തെത്തി. അങ്ങനെ വിഷ്ണു ആ ബ്രാഞ്ചിനകത്ത് ചെന്നിട്ട് അവിടെയുള്ള ചേച്ചിയോട്, ചേച്ചി വെഹിക്കിൾ ലോണിന്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നു. അതിന് ചേച്ചി, ഞാനിപ്പോൾ അതിന്റെ പ്രിന്റ് എടുത്ത് തരാം എന്ന് പറയുന്നു. ആ സമയം വിഷ്ണു തന്റെ കയ്യിലിരുന്ന കുറെ ചില്ലറ പൈസ എടുത്ത് താഴേക്കിട്ടു. എന്നിട്ട് അതെടുക്കാനായി താഴെ ഇരുന്നിട്ട് ടേബിളിനടിയിൽ ഉണ്ടായിരുന്ന നെറ്റ്വർക്ക് കേബിളിൽ തന്റെ കയ്യിലിരുന്ന മോഡം കണക്ട് ചെയ്യുന്നു. എന്നിട്ട് തന്റെ ചില്ലറ പൈസയും അവിടെയുള്ള ചേച്ചിയുടെ കയ്യിൽ നിന്നും വെഹിക്കിൾ ലോണിന്റെ പേപ്പറും വാങ്ങി നേരെ ഉദയേട്ടന്റെ ഓട്ടോയിൽ വന്നിരുന്ന് അവിടുത്തെ വൈഫൈ ഹാക്ക് ചെയ്യുന്നു. അപ്പോൾ അനീഷേട്ടൻ, ആ മോഡം നമുക്ക് തിരിച്ചെടുക്കണം, അത് അവിടെ വെച്ചിട്ട് പോയാൽ പണി കിട്ടും എന്ന് പറയുന്നു. അതിന് വിഷ്ണു, ഇനി ഞാൻ വീണ്ടും പോയാൽ പിടിക്കും, അതിനാൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ട് വരാൻ പറയുന്നു. അതിന് ഉദയേട്ടൻ, സാധനം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി, എല്ലാം ഞാൻ സെറ്റാക്കി തരാം എന്നും പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും ആ ചില്ലറ പൈസയും വാങ്ങി നേരെ ആ കടക്കകത്തേക്ക് ചെന്നു. എന്നിട്ട് ഒരു കവർ നിറയെ സാധനവുമായി നേരെ അവരുടെ അടുത്തെത്തിയിട്ട് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുത്തോളാൻ പറയുന്നു. അനീഷേട്ടൻ ആ കവർ വാങ്ങി നോക്കിയപ്പോൾ അതാ ആ കവറിനകത്ത് മോഡത്തിന്റെ കൂടെ അവരുടെ കടയിലെ നെറ്റ്വർക്ക് സ്വിച്ചും ഇരിക്കുന്നു. അതായത് ഈ നെറ്റ്വർക്ക് സ്വിച്ച് ഇല്ല എങ്കിൽ ആ കടയിലെ നെറ്റ് മുഴുവൻ പോകും. അതിന്റെ കാരണം തപ്പിയാൽ ഉറപ്പായും എല്ലാവരും പിടിക്കപ്പെടും. അതിനാൽ അനീഷേട്ടൻ ഉദയനോട് ഈ നെറ്റ്വർക്ക് സ്വിച്ച് കൊണ്ടുപോയി തിരിച്ച് കുത്തിവെച്ചിട്ട് വരാൻ പറയുന്നു. അതിന് ഉദയേട്ടൻ, എനിക്ക് ഊരാൻ മാത്രമേ അറിയൂ, കുത്താൻ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ വഴിയില്ലാതെ അടുത്തതായി അനീഷേട്ടൻ ചില്ലറ പൈസയുമായി അകത്തേക്ക് പോകുന്നു. അനീഷേട്ടനെ കണ്ട അവിടുത്തെ ചേച്ചി, അനീഷെ നെറ്റ് കിട്ടുന്നില്ല, എന്താണെന്നൊന്ന് നോക്കിക്കേ എന്ന് പറയുന്നു. അത് കേട്ട അനീഷേട്ടൻ വേഗം നെറ്റ് സ്വിച്ചും കണക്ട് ചെയ്തിട്ട് സർവീസ് ഫീസ് ആയി 200 രൂപയും വാങ്ങി അവിടെ നിന്നും പോകുന്നു. വീട്ടിലെത്തിയ വിഷ്ണു വീണ്ടും അവരുടെ പുതിയ സെക്യൂരിറ്റി സിസ്റ്റം പൊളിച്ച് സെർവർ ഹാക്ക് ചെയ്യുന്നു. അടുത്ത ദിവസം ബ്രാഞ്ച് എല്ലാം ഓപ്പൺ ചെയ്തപ്പോൾ അതാ പഴയ അതേ പ്രശ്നം വീണ്ടും. അത് കണ്ട് കരിപ്പായ ചാക്കോ IT കൺസൾട്ടന്റ് പ്രവീൺ കുമാറിനോട്, ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞല്ലേ നീ ഈ കാശ് മുഴുവൻ മുടക്കി ആ സാധനമെല്ലാം വാങ്ങി വെച്ചത്, എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് വീണ്ടും ഹാക്കിംഗ് ആയി ഉള്ള ഡേറ്റ എല്ലാം ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്കറിയില്ല എന്ന് പറയുന്നു. അതിന് പ്രവീൺ, സാർ, ഞാൻ ആദ്യം കരുതിയത് നമ്മുടെ സെക്യൂരിറ്റി വീക്ക് ആയതുകൊണ്ട് ഏതോ പിള്ളേര് കയറി മാന്തിയതാകാമെന്നാണ്. എന്നാൽ നമ്മൾ ഇത്രയൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടും നമ്മുടെ സെർവർ ഹാക്ക് ചെയ്തെങ്കിൽ നമ്മുടെ എതിരാളികൾ ആരോ പ്രൊഫഷണൽ ഹാക്കേഴ്സിനെ ഇറക്കി കളിക്കുന്നതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അതിന് ചാക്കോ, ഹാക്കിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇത് ചെയ്തത് ആരാണെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അതിന് പ്രവീൺ കുമാർ, അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് എന്നും പറഞ്ഞ് സിമി എന്ന ഒരു ഹാക്കറെ ചാക്കോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ചാക്കോ സിമിയോട്, സിമി, കമ്പനിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല, അതിനാൽ ഇത് ചെയ്തവനെ എനിക്ക് കാണിച്ചു തരണം എന്ന് പറയുന്നു. അങ്ങനെ സിമി അവിടുത്തെ സെർവർ റൂമിൽ പോയി അവൾക്കറിയാവുന്ന എന്തൊക്കെയോ ചെയ്തു വെച്ചു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ വിഷ്ണു വീണ്ടും ശില്പയുടെ അച്ഛന്റെ ഓഫീസിലെ സെർവർ ആക്സസ് ചെയ്യുന്നതായി കാണിക്കുന്നു. ആ സമയം സിമിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അതായത് ആ സെർവറിൽ ആരോ ഒരാൾ അതിക്രമിച്ച് കയറിയിരിക്കുന്നുണ്ടെന്ന്. അത് കണ്ട സിമി വേഗം തന്റെ കമ്പ്യൂട്ടറിൽ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. ആ സമയം നമ്മുടെ വിഷ്ണുവിന് തന്റെ മൗസും കീപാഡും ഒന്നും യൂസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലായി. ഏത് സ്വിച്ചിൽ ഞെക്കിയാലും വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. ഒപ്പം വിഷ്ണുവിന് ഒരു മെസ്സേജും കൂടി വരുന്നു, ഐ ഫൗണ്ട് യു മിസ്റ്റർ കാതലൻ എന്നും പറഞ്ഞ്. അത് കണ്ട് പേടിച്ചുപോയ വിഷ്ണു വേഗം തന്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം വിഷ്ണു അനീഷേട്ടന്റെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ച് പറയുന്നതായി കാണിക്കുന്നു. അത് കേട്ട അനീഷേട്ടൻ, നീ പരിപാടി നിർത്തിക്കോ, ഡേഞ്ചർ ആണ് എന്ന് പറയുന്നു. അതിന് വിഷ്ണു, ഇത് പേടിക്കാനൊന്നുമില്ല ചേട്ടാ, അതായത് ആരോ പണി അറിയാവുന്ന ഒരാൾ അവരുടെ IP-യിൽ ഒരു ഫേക്ക് പേജ് സെറ്റ് ചെയ്തു വെച്ചു. അതറിയാതെ ഞാനും ആ പേജിൽ ക്ലിക്ക് ചെയ്തു. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഇതിൽ പേടിക്കാനൊന്നുമില്ല എന്ന് പറയുന്നു. അതിന് അനീഷേട്ടൻ, പേടിക്കാനില്ലെന്നോ? അവർ കാതലൻ എന്ന പേര് വരെ കണ്ടെത്തി. പിന്നെ നീ ഒരു പയ്യനാണ്, നീ കളിക്കുന്നത് ഒരു വലിയ കമ്പനിയോടാണ്, അവർ നിന്റെ വീട്ടിൽ വരും എന്ന് പറയുന്നു. അതിന് വിഷ്ണു, അതിന് അവർക്കാദ്യം എന്റെ ലൊക്കേഷൻ കിട്ടേണ്ടേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി ചാക്കോയുടെ ഓഫീസ് കാണിക്കുന്നു. ചാക്കോയെ കാണാനായി സിമി വന്നിട്ടുണ്ടായിരുന്നു. സിമി ചാക്കോയോട്, സാർ, ഞാൻ അവന്റെ ലൊക്കേഷൻ കണ്ടെത്താൻ നോക്കി, പക്ഷേ അത് നടക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഒരു ഇന്ത്യക്കാരനാണ്, മിക്കവാറും സൗത്ത് ഇന്ത്യൻ ആകാനാണ് സാധ്യത. കാരണം അവൻ ഹാക്ക് ചെയ്യാൻ നേരം യൂസ് ചെയ്തിരിക്കുന്ന പേര് കാതലൻ എന്നാണ്. ആദ്യം ചിലപ്പോൾ അവൻ തമാശയ്ക്ക് ഹാക്ക് ചെയ്തതാകും, പിന്നെ നമ്മൾ സെക്യൂരിറ്റി കൂട്ടിയപ്പോൾ അവന് വാശിയും കൂടി കാണും. നമ്മൾ സെക്യൂരിറ്റി ഇത്രയും കൂട്ടിയിട്ടും അവൻ നമ്മുടെ സെർവറിൽ വീണ്ടും കയറിയിട്ടുണ്ടെങ്കിൽ അവൻ ഏതായാലും നമ്മുടെ ഓഫീസിലും കയറിയിട്ടുണ്ടാകും, അല്ലാതെ അവന് നമ്മുടെ സെർവറിലേക്കുള്ള ആക്സസ് കിട്ടില്ല എന്ന് പറയുന്നു. അതിന് ശില്പ, നമ്മുടെ CCTV ചെക്ക് ചെയ്താൽ അയാൾ നമ്മുടെ ഓഫീസിനുള്ളിൽ കയറിയത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് സിമി, പക്ഷേ അയാൾ എന്തിനു കയറി, എന്നു കയറി, മാത്രവുമല്ല നമ്മുടെ ഏത് ബ്രാഞ്ചിൽ കയറി എന്നൊന്നും നമുക്കറിയില്ലല്ലോ, പിന്നെ നമുക്ക് സംശയം തോന്നാതിരിക്കാൻ
സഹായിക്കാൻ ഒരുപക്ഷെ കസ്റ്റമർ ആയിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് പ്രൊവൈഡർ ആയിട്ടോ അതുമല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്റ്റാഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ മറ്റോ ആണോ ഇത് ചെയ്തിരിക്കുക എന്നറിയില്ലല്ലോ എന്ന് പറയുന്നു. അതെല്ലാം കേട്ട് തല പെരുത്തിരുന്ന ചാക്കോ മതി എനിക്ക് നിങ്ങളുടെ തിയറി ഒന്നും കേൾക്കേണ്ട, എനിക്ക് ആ കാതലൻ ആരാണെന്ന് കണ്ടുപിടിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. അതിന് സിമി നമുക്ക് അവനെ പിടിക്കാം സാർ എന്ന് പറയുന്നു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം സിമി ചെറിയ റിപ്പോർട്ട് ചാക്കോയെ ഏൽപ്പിക്കുന്നു. അതിൽ കാതലൻ എന്നത് ഒരു മലയാളിയാണ്. അതായത് തമിഴിൽ സാധാരണ KADHALAN എന്നാണ് എഴുതാറ്. എന്നാൽ നമ്മൾ മലയാളികളാണ് KATHALAN എന്ന് എഴുതാറ്. അതായത് ഡിക്ക് പകരം ടി. അതിനാൽ ഇത് ചെയ്തത് ഒരു മലയാളിയാകാനാണ് 99% സാധ്യത എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ ഇറങ്ങുമ്പോൾ അതാ ചാക്കോ തല കറങ്ങി താഴെ വീഴുന്നു. അങ്ങനെ സീൻ കട്ടായി ഹോസ്പിറ്റൽ കാണിക്കുന്നു. അച്ഛനെ ഹോസ്പിറ്റലിൽ ആക്കിയതിനു ശേഷം അമ്മയെ ഏൽപ്പിച്ചിട്ട് ശില്പ തിരികെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് അവിടെ വെച്ച് തന്റെ പഴയ കണക്കധ്യാപകനെ കാണുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സാർ ശില്പയോട് വിഷ്ണുവിനെ കുറിച്ച് ചോദിക്കുന്നു. സാർ ചോദിച്ചു, വിഷ്ണുവിന് ജോലി വല്ലതും കിട്ടിയോ എന്ന്. അതിന് ശില്പ ഇല്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എങ്ങനെ കിട്ടാനാണ്? അവനെന്ന് ക്ലൗഡ് ഡാറ്റ എന്ന കമ്പനി പ്ലേസ്മെന്റിന് വന്നപ്പോൾ വിഷ്ണു നമ്മുടെ കോളേജിന്റെ സൈറ്റ് ഹാക്ക് ചെയ്ത് അവന്റെ ആപ്ലിക്കേഷൻ അവൻ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് അവൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അത് ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ കുട്ടിയല്ലേ, അവന്റെ ഭാവി കളയണ്ട എന്നോർത്താണ് ഞാൻ പരീക്ഷ എഴുതിച്ചത്. എന്നിട്ടും ഉപകാരമൊന്നും ഉണ്ടായില്ല അല്ലേ എന്ന് ചോദിച്ചു. അതെല്ലാം കേട്ട് ശില്പയ്ക്ക് എന്തൊക്കെയോ സംശയം വിഷ്ണുവിന്റെ മേൽ തോന്നി. അതിനാൽ ഞാൻ പോയിട്ട് വരാം സാർ എന്നും പറഞ്ഞ് ശില്പ അവിടെ നിന്നും നേരെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് വിഷ്ണുവിനോട് നീ അല്ലേടാ കാതലൻ എന്ന് ചോദിക്കുന്നു. അതിന് വിഷ്ണു കാതലനോ, അതാരാ എന്ന് ചോദിച്ചു. അത് കേട്ട് ശില്പ നിനക്കറിയില്ല അല്ലേ കാതലൻ ആരാണെന്ന്? നീ അല്ലേടാ ഞങ്ങളുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്തത്? എനിക്കറിയാം നീയാണ് ഇത് ചെയ്തതെന്ന്. ഈ പരിപാടി ഇതോടെ നിർത്തിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് ശില്പ അവിടെ നിന്നും പോകുന്നു. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വിഷ്ണുവിന്റെ അച്ഛൻ ശില്പ പോയതും വിഷ്ണുവിന്റെ അടുത്ത് വന്നിട്ട് എടാ ആ പെൺകുട്ടി എന്താടാ പറഞ്ഞിട്ട് പോയത്? നീ ഈ കുന്തം ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറും എടുത്തുകൊണ്ടുപോയി പുറത്തേക്ക് ഒറ്റ ഏർ വെച്ചു കൊടുക്കുന്നു. അപ്പോൾ സീൻ കട്ടായി അടുത്ത സീനിൽ സിമിയും ഹസ്ബൻഡും കൂടി വരുന്ന വഴി കാതലൻ എന്ന ഒരു ഓട്ടോ കണ്ടിട്ട് ഹസ്ബൻഡ് സിമിയോട് സിമിയെ ദേ ഒരു കാതലൻ, ഇവരായിരിക്കുമോ ആ സെർവർ എങ്ങാനും ഹാക്ക് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അതിന് സിമി അതെന്തായാലും അവന്മാരല്ല, എന്തെന്നാൽ രണ്ടാമത് അത്യാവശ്യം നല്ല ഹൈ സെക്യൂരിറ്റി ആണ് അവൻ പൊളിച്ചത്. അവന്റെ റേഞ്ച് വെച്ച് നോക്കിയാൽ അവൻ വല്ല MNCയിലും ആയിരിക്കും ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സീൻ കട്ടായി സിമിയും ഹസ്ബൻഡും സംസാരിച്ച ആ ഓട്ടോ കാണിക്കുന്നു. ആ ഓട്ടോയ്ക്കകത്ത് വിഷ്ണുവും അനീഷേട്ടനും ഉദയേട്ടനുമായിരുന്നു ഉണ്ടായിരുന്നത്. അനീഷേട്ടൻ പറഞ്ഞു, ആദ്യം ഇവൻ ഹാക്ക് ചെയ്തപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു, രണ്ടാമത് ചെയ്തപ്പോൾ വോട്ടേന്ന് വെച്ചു, അത് കഴിഞ്ഞവൻ എല്ലാം നിർത്തിയെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ദേ ആ ശില്പ വീട്ടിൽ വന്നു എന്നും പറഞ്ഞ് വന്നിരിക്കുന്നു. അതിന് വിഷ്ണു എന്റെ ജീവിതത്തിൽ ഇതുവരെയും എല്ലാവരും എന്റെ തലക്കിട്ട് കൊട്ടിയിട്ട് പോവുകയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾക്കിട്ട് തിരിച്ചു പണി കൊടുക്കുന്നത്. ആദ്യം ഞാൻ എന്നെ തല്ലിയതിന്റെ ദേഷ്യത്തിൽ തിരിച്ചു പണിതാണ്. എന്നാൽ അവന്മാർ സെക്യൂരിറ്റി കൂട്ടിയപ്പോൾ എനിക്കും വാശിയായി. അതിന് അനീഷേട്ടൻ മതി വിഷ്ണു, ഈ പരിപാടി ഇതോടെ നിർത്തിയേക്കൂ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും അകത്തു പോകും എന്ന് പറയുന്നു. അതിന് വിഷ്ണുവും ഞാൻ അല്ലെങ്കിലും നിർത്തി അനീഷേട്ടാ, ഇനി ഹാക്കിങ്ങും പരിപാടിയും ഒന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി ശില്പ തന്റെ ഓഫീസിലെ ഫിനാൻസ് മാനേജർ മാത്യുവിനോട് വിഷ്ണുവിനെ കുറിച്ച് സംസാരിക്കുന്നതായി കാണിക്കുന്നു. ശില്പ മാത്യുവിനോട് കാതലൻ നീയല്ലേ എന്ന് ഞാൻ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ അവൻ ചെറുതായൊന്ന് പേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വേറെ ആരോടും പറയാത്തത് ഇനി ഇത് ചെയ്തത് അവനല്ല എങ്കിൽ ഒന്നാമത് അവൻ ഒരു ഹാർട്ട് ബ്രേക്കിംഗിലാണ്, അതിന്റെ ഇടയ്ക്ക് ഇതുകൂടിയായാൽ അവൻ തകർന്നു പോകും എന്ന് കരുതിയാണ് പറയാത്തത് എന്ന് പറയുന്നു. അതിന് മാത്യു തനിക്കിപ്പോഴും വിഷ്ണുവിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അതിന് ശില്പ ഇല്ല, അത് ഞാൻ കോളേജ് കഴിഞ്ഞപ്പോഴേ വിട്ടതാണ്, അല്ലെങ്കിലും അച്ഛൻ അത് സമ്മതിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നു. അതിന് മാത്യു എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അച്ഛന്റെ സമ്മതത്തോടെ കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ശില്പ ചിരിച്ചുകൊണ്ട് മാത്യുവിനോട് മാത്യു പറഞ്ഞത് കാര്യമായിട്ടാണെങ്കിൽ അച്ഛനോട് സംസാരിച്ചാൽ മതി എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ മാത്യുവിന്റെയും ശില്പയുടെയും സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് കാണിക്കുന്നു. അങ്ങനെ ആ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്യുവിന് ഒരു ഫോൺ കോൾ വരുന്നു. അത് വെഡിംഗ് വർക്കിന്റെ കാര്യവും ചോദിച്ചുകൊണ്ടുള്ള കോൾ ആയിരുന്നു. എന്നാൽ ഓൾറെഡി ഫോട്ടോഷൂട്ടിലായിരുന്നതിനാൽ തന്നെ മാത്യു അവരോട് വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. അതിനവർ സാർ ഞങ്ങളുടെ വർക്കിന്റെ കുറച്ച് ഫോട്ടോ അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അത് കേട്ട് മാത്യുവും അവർ അയച്ച ഫോട്ടോ എല്ലാം ചെക്ക് ചെയ്യുന്നു. അപ്പോൾ സീൻ കട്ടായി പ്രവീൺ കുമാറും സിമിയും കൂടി ശില്പയുടെ അച്ഛൻ ചാക്കോയുടെ അടുത്തേക്ക് വരുന്നു. അവരെ കണ്ട് ചാക്കോ ചോദിച്ചു, എന്താ ആ കാതലന്റെ ലൊക്കേഷൻ കിട്ടിയോ എന്ന്. അതിന് സിമി ഇല്ല സാർ, അന്ന് ഞാൻ ഐ ഫൗണ്ട് യു മിസ്റ്റർ കാതലൻ എന്ന് മെസ്സേജ് അയച്ചതിനു ശേഷം ഇതുവരെ അവൻ ആ സിസ്റ്റം യൂസ് ചെയ്തിട്ടില്ല, അതിനാൽ അവനെ കണ്ടെത്താനും കഴിഞ്ഞില്ല. മാത്രവുമല്ല ഞാൻ നമ്മുടെ സെർവറിൽ ഒരു പുതിയ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇനി അവൻ ഹാക്ക് ചെയ്ത് നമ്മുടെ സെർവറിൽ കയറിയാൽ ഉറപ്പായും അവന്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടും എന്ന് പറയുന്നു. അത് കേട്ടുകൊണ്ടിരുന്ന മാത്യു ഇനി അവൻ ഹാക്ക് ചെയ്താൽ
ലൊക്കേഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ഹാക്ക് ചെയ്യിക്കാനൊന്ന് ശ്രമിച്ചാലോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് പ്രവീൺ കുമാർ അതെങ്ങനെ പറ്റും, അതിന് ഹാക്കർ ആരാണെന്ന് അറിയേണ്ടേ എന്ന് ചോദിക്കുന്നു. അതിന് മാത്യു അത് ഞാനിപ്പോൾ പറയില്ല, അവനെ എന്തായാലും നമുക്ക് തെരുവോട് തന്നെ പിടികൂടണം എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ശില്പ ഒരു കോഫി ഷോപ്പിൽ വെച്ച് വിഷ്ണുവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു. വിഷ്ണു പറഞ്ഞു, അന്ന് നീ വീട്ടിൽ വന്നു പോയപ്പോൾ അച്ഛൻ എന്റെ കമ്പ്യൂട്ടറൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു. അതിന് ശില്പ, എടാ സോറിടാ, പക്ഷേ എനിക്ക് ആ സംശയം ഇപ്പോഴുമുണ്ട്, അതായത് കാതലൻ നീ തന്നെയാണോ എന്ന്. അതിന് വിഷ്ണു, അപ്പോൾ നീ സംശയം തീർക്കാനാണോ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. അതിന് ശില്പ, അല്ലടാ എന്റെ കല്യാണമാണ് എന്ന് പറയുന്നു. അത് കേട്ട് വിഷ്ണുവിന് സങ്കടമായെങ്കിലും അവൻ കൺഗ്രാറ്റ്, ഹാപ്പി മാരീഡ് ലൈഫ്, ഇത് എന്നെങ്കിലും എനിക്ക് പറയേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു, അതിനാൽ ഞാൻ പ്രാക്ടീസ് ചെയ്തു വെച്ചതാണ്. ആരാണ് പയ്യൻ എന്ന് ചോദിക്കുന്നു. ആ സമയം മാത്യു അവരുടെ അടുത്തേക്ക് വന്നിട്ട്, ഞാനാണ് ആ പയ്യൻ, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അന്ന് എന്നെ ഇൻസ്റ്റയിൽ കയറി തെറി വിളിച്ചത് നീയാണല്ലേ, ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ വിളിക്കാത്തവി, നീ ഞങ്ങളുടെ കമ്പനി ഹാക്ക് ചെയ്യുമല്ലേ, നിന്റെ പെണ്ണിനെ ഞാൻ കെട്ടാൻ പോവുകയാണ്, ഇനി ഇവളുടെ ആ കമ്പനി എന്റെയും കൂടിയാണ്, നീ ആണാണെങ്കിൽ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്നുകൂടി ഹാക്ക് ചെയ്ത് കാണിക്കണം എന്ന് പറയുന്നു. അത് കേട്ട് വിഷ്ണു ശില്പയോട് പ്ലാൻ ചെയ്ത് വിളിച്ചു വരുത്തിയതാണല്ലേ, എല്ലാത്തിനും നന്ദി എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ വിഷ്ണു വിഷമത്തോടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അടുത്ത വീട്ടിലെ പയ്യൻ, വിഷ്ണു ഏട്ടാ ഈ ലാപ്പിൽ ലിനക്സ് കയറ്റി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തു തന്നില്ലല്ലോ എന്നും പറഞ്ഞ് തന്റെ ലാപ്ടോപ്പ് എടുത്ത് വിഷ്ണുവിന് കൊടുക്കുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ശില്പയുടെയും മാത്യുവിന്റെയും മനസ്സമ്മതം കാണിക്കുന്നു. മനസ്സമ്മതത്തിൽ പങ്കെടുക്കുന്നതിന് നമ്മുടെ വിഷ്ണുവും വന്നിട്ടുണ്ടായിരുന്നു, ഒപ്പം അനീഷേട്ടനും. ആ മനസ്സമ്മതം കാണിക്കുന്നതോടൊപ്പം വിഷ്ണു ആദ്യമായി ശില്പയെ പ്രപ്പോസ് ചെയ്ത സീനും കാണിക്കുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും വിഷ്ണു അവിടെ അലമ്പൊന്നും ഉണ്ടാക്കാതെ അവൻ വന്ന കാര്യം നടത്തിയിട്ട്, അതായത് ഫുഡെല്ലാം കഴിച്ചിട്ട് അനീഷേട്ടനെയും കൂട്ടി തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ അനീഷേട്ടൻ വിഷ്ണുവിനോട്, അതെന്തായാലും നന്നായടാ, നീ അവളുടെ മനസ്സമ്മതത്തിന് പോകുമെന്ന് ഞാൻ കരുതിയില്ല, ഇനി നിന്റെ ജീവിതം അടിപൊളിയായിരിക്കും, എന്തായാലും ഇതോടെയെല്ലാം അവസാനിച്ചല്ലോ എന്ന് പറയുന്നു. അതിന് വിഷ്ണു, എല്ലാം അവസാനിച്ചെന്ന് ചേട്ടനോട് ആരാ പറഞ്ഞത്? അതിന് അനീഷേട്ടൻ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പോൾ വിഷ്ണുവിന്റെ വീട്ടിൽ ഇന്നലെ ആ പയ്യൻ കൊടുത്ത ലാപ്ടോപ്പിലെ സ്ക്രീനിൽ അന്ന് സിമി ഐ ഫൗണ്ട് യു മിസ്റ്റർ കാതലൻ എന്നയച്ച മെസ്സേജിന് റിപ്ലൈ ആയിട്ട് ഡെസ്റ്റിനേഷൻ നോട്ട് അൺറീച്ചബിൾ എന്ന് ടൈപ്പായി സെൻഡ് ആകുന്നതായി കാണിക്കുന്നു. അതായത് വിഷ്ണു വീണ്ടും അവരുടെ സെർവർ ഹാക്ക് ചെയ്തു. അപ്പോൾ സീൻ കട്ടായി ശില്പയുടെ ഓഫീസിൽ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ജിൽസ് എന്തോ കരിയുന്ന മണം പിടിച്ച് ചെന്ന് നോക്കുമ്പോഴതാ സെർവർ റൂം നിന്ന് കത്തുന്നു. അത് കണ്ട് ജിൽസ് ഉടൻ തന്നെ മനസമ്മതമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന ശില്പയെയും ശില്പയുടെ അച്ഛൻ ചാക്കോയെയും വിവരം അറിയിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ഓഫീസിലെത്തി. ചാക്കോ പ്രവീൺ കുമാറിനോട്, ഇനി ഇതും ഹാക്ക് ചെയ്തതാണെന്ന് പറയുമോ? അതിന് പ്രവീൺ, അതെ സാർ, ഇതും ഹാക്കിംഗ് ആണ് എന്ന് പറയുന്നു. അതിന് ചാക്കോ, ഹാക്ക് ചെയ്തെങ്ങനെയാടാ തീ കത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് പ്രവീൺ, സാർ അവൻ ഹാക്ക് ചെയ്ത് സെർവറിൽ എന്തോ കമാൻഡ് റൺ ചെയ്യിപ്പിച്ച് കമ്പ്യൂട്ടറിന്റെ മുഴുവൻ പവറും യൂസ് ചെയ്യിപ്പിച്ചു, അങ്ങനെ ഓവർ ഹീറ്റ് ആയാണ് തീ പിടിച്ചത്. ഓവർ ഹീറ്റ് ആകുമ്പോൾ സിസ്റ്റം ഷട്ട് ഡൌൺ ആകാതിരിക്കാനുള്ള പണിയും അവൻ ചെയ്തിരുന്നു എന്ന് പറയുന്നു. ആ സമയം സിമി ടൂൾ ഇൻസ്റ്റാൾ ചെയ്തത് വെച്ച് ഒരു മാക്ക് ഐ ഡി കണ്ടെത്തുന്നു. ആ മാക്ക് ഐ ഡി വെച്ച് അതിന്റെ ലൊക്കേഷനും കണ്ടെത്തുന്നു. അപ്പോൾ സീൻ കട്ടായി വീണ്ടും അനീഷേട്ടനെയും വിഷ്ണുവിനെയും കാണിക്കുന്നു. അവർ മനസ്സമ്മതമെല്ലാം കൂടിയിട്ട് ബൈക്കിൽ തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഒരു പോലീസ് വണ്ടി അവരെ ചേസ് ചെയ്യുന്നതായി കാണിക്കുന്നു. അങ്ങനെ സീൻ കട്ടായി ശില്പയുടെ അച്ഛൻ ചാക്കോയ്ക്ക് പോലീസുകാരുടെ അടുത്തു നിന്നും ഹാക്കറെ കിട്ടി എന്നും പറഞ്ഞ് ഒരു ഫോൺ കോൾ വരുന്നു. അതിന് ചാക്കോ, നിങ്ങൾ അവനെ കൊല്ലുകയോ തിന്നുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അതിനു മുൻപ് അവന്റെ മുഖം എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നു. അങ്ങനെ ചാക്കോ സ്റ്റേഷനിലെത്തി. ചെന്ന് നോക്കുമ്പോൾ ആരാണെന്നല്ലേ, നമ്മുടെ കല്യാണ ചെറുക്കൻ മാത്യു അതാ പോലീസ് കസ്റ്റഡിയിൽ. അപ്പോൾ സീൻ കട്ടായി വിഷ്ണുവിനെയും അനീഷേട്ടനെയും പോലീസ് ചേസ് ചെയ്തുകൊണ്ടിരുന്ന സീൻ കാണിക്കുന്നു. എന്നാൽ അത് ശരിക്കും അവരെ ചേസ് ചെയ്യുന്നതായിരുന്നില്ല. ആ പോലീസ് വണ്ടി അവരെ ഓവർടേക്ക് ചെയ്ത് അവരുടെ മുൻപിൽ പോയിക്കൊണ്ടിരുന്ന മാത്യുവിനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. മാത്യുവിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്നല്ലേ, അതായത് വിഷ്ണു തന്റെ മാക്ക് ഐ ഡി മാത്യുവിന്റെ മാക്ക് ഐ ഡി വെച്ച് മാസ്ക് ചെയ്തിരുന്നു. അതിന് മാത്യുവിന്റെ മാക്ക് ഐ ഡി വിഷ്ണുവിന് എങ്ങനെ കിട്ടിയെന്നായിരിക്കും. അന്ന് മാത്യുവിന്റെയും ശില്പയുടെയും സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിന്റെ സമയം മാത്യുവിനോട് വെഡിങ് വർക്കിന്റെ കാര്യവും ചോദിച്ച് ഒരാൾ വിളിച്ചിട്ട് മാത്യുവിനെ കുറിച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തത് ഓർക്കുന്നുണ്ടല്ലോ. അത് വിഷ്ണുവിന്റെ കൂട്ടുകാരനായിരുന്നു ആ ഫോട്ടോസ് അയച്ചു കൊടുത്തത്. മാത്രവുമല്ല ആ ഫോട്ടോയുടെ കൂടെ മാത്യുവിന്റെ മായ്ക്ക് ഹാക്ക് ചെയ്യാനുള്ള ലിങ്കും ഉണ്ടായിരുന്നു. മാത്യു അതിൽ ക്ലിക്ക് ചെയ്തതും മാത്യുവിന്റെ എല്ലാ ഡീറ്റെയിൽസും വിഷ്ണുവിന്റെ കയ്യിലെത്തി. അങ്ങനെ വീണ്ടും വിഷ്ണുവിനെയും അനീഷേട്ടനെയും കാണിക്കുന്നു. വിഷ്ണു അനീഷേട്ടനോട്, അവരെന്നെങ്കിലും നമ്മളെ ട്രാക്ക് ചെയ്തു വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതിനാലാണ് മാത്യുവിന്റെ മായ്ക്ക് ഐ ഡി വെച്ച് എന്റെ മാക്ക് ഐ ഡി ഞാൻ മാസ്ക് ചെയ്തത്. തൽക്കാലം നമ്മൾ സേഫ് ആണ് അനീഷേട്ട, ഇനി ഇതോർത്ത്
ഓർത്ത് അനീഷേട്ടൻ പേടിക്കേണ്ട. അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ അനീഷേട്ടന്റെ പേര് പറയില്ല എന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു തന്റെ വീട്ടിലെത്തി. അപ്പോൾ അച്ഛൻ വിഷ്ണുവിനോട് നിന്റെ കൂട്ടുകാരൻ ജസ്വിൻ വിളിച്ചിരുന്നു, നീ എല്ലാ പരീക്ഷയ്ക്കും പാസ്സായി എന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട് വലിയ പാവമാറ്റമൊന്നുമില്ലാതെ വിഷ്ണു അകത്തേക്ക് പോയി. നോക്കുമ്പോൾ അതാ തന്റെ റൂമിൽ ഒരു പുതിയ ലാപ്ടോപ്പ് ഇരിക്കുന്നു. അപ്പോൾ അച്ഛൻ വിഷ്ണുവിനോട് പറഞ്ഞു, നിനക്കിതില്ലാതെ പറ്റില്ല എന്ന് എനിക്കറിയാം. അതിനാൽ അനീഷിനോട് പറഞ്ഞ് അവന്റെ കടയിൽ നിന്നും ഞാൻ ഒരെണ്ണം വാങ്ങി. നീ ഇത് വെച്ച് ഇവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും അതെനിക്ക് മനസ്സിലാവുകയുമില്ല. എന്താണെങ്കിലും നീ ഇതുകൊണ്ട് നല്ലത് മാത്രം ചെയ്യണം എന്നും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടാത്തതിനാൽ സെർവർ കത്തിയതിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് റിപ്പോർട്ടും വന്നു. തന്റെ നാട്ടിലെ ദൗത്യം പരാജയപ്പെട്ടതിനാൽ ഹാക്കർ സിമി തിരികെ താൻ ജോലി ചെയ്തിരുന്ന ബാംഗ്ലൂരിലെ തന്റെ പഴയ കമ്പനിയിലേക്ക് തന്നെ പോയി. എങ്കിലും സിമിയുടെ മനസ്സിൽ കാതലൻ ആരായാലും അവൻ ഇതൊക്കെ ചെയ്തതിന്റെ കാരണം എന്തായാലും അവനൊരു ക്രിമിനലാണ്, എന്നെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിക്കും എന്നായിരുന്നു. ആ സമയം സിമിയുടെ ഓഫീസിലേക്ക് ഇന്റർവ്യൂവിനായി ഒരാൾ വരുന്നു. ആരാണെന്നല്ലേ? അത് നമ്മുടെ കാതലൻ വിഷ്ണു ആയിരുന്നു. അതോടെ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.